ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഐറിഷ് റൈറ്ററായ കാതറിൻ ടൈനാൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് പഠിക്കാൻ പോകുന്നത്, എനി വുമൺ. ഈ ഒരു പോയത്തിൽ ഒരു സ്ത്രീ തൻ്റെ കുടുംബത്തും സമൂഹത്തിലും എത്രമാത്രം പ്രാധാന്യമുള്ളവളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അവൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മളുടെ അമ്മ നമ്മളുടെ കുടുംബത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു അർത്ഥവും കൂടെ ഈ ഒരു കവിതയിൽ നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് കവിത എന്താണെന്ന് നോക്കാം. I am the pillars of the house, the keystone of the arch am I. Take me away and a roof and wall would fall to ruin me utterly. I am the pillars of the house. What do you mean by pillar? പില്ലർ എന്താണ് നോക്കാം. ഇതുണ്ടോ, അതായത് ഈ ഒരു ഹൗസിനെ താങ്ങി നിർത്തുന്നതാണ് എന്തെന്ന് പില്ലർ എന്ന് പറയുന്നത്, അല്ലേ? ഈ പില്ലറിന് എന്തെങ്കിലും ഒരു ക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീട് നല്ല നിലയിൽ നിൽക്കുമോ? ഇല്ല, എല്ലാം കൂടെ ഉരുണ്ടു പോവും, അല്ലേ? എല്ലാം കൂടെ നശിച്ചു പോവും, റൂയിൻഡായി പോവും, ഡിമോളിഷ്ഡ് ആയി പോവും, അല്ലേ? അപ്പം അതാണ് ഇവിടെ പറയുന്നത്. എന്ത്? ഐ ആം ദി പില്ലർ ഓഫ് ദ ഹൗസ്. ഞാനാണ് ഒരു കുടുംബത്തിൻ്റെ പില്ലർ എന്ന് പറഞ്ഞാൽ ഞാനാണ് ഒരു കുടുംബത്തെ താങ്ങി നിർത്തുന്ന ആൾ. ഞാനെന്ന് പറഞ്ഞ ആരാണ്? നമ്മളുടെ അമ്മ, അല്ലേ? വീട്ടിലെ അമ്മയാണ് എന്ത്? വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഈച്ചാൻ്റെ അവർ കാര്യങ്ങൾ ചെയ്തു തരുന്ന അമ്മയല്ലേ? ഓക്കെ. ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് ആമൈ. കീ സ്റ്റോൺ എന്താ നോക്കാം. ഇതുണ്ടോ, കീ സ്റ്റോൺ ഓഫ് ആൻ ആർച്ച്. അതായത് ഇങ്ങനെ ഒരു ആർച്ചിൻ്റെ മിഡിലായിട്ട് ഒരു കല്ലുണ്ട്. ഈ കല്ലിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കല്ലിന് വളരെ പവർഫുള്ളായിട്ടുള്ളതാണ്. ഈ കല്ലിന് എന്തെങ്കിലും ഒരു ക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് ഇളകി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഉരുണ്ട് പോകും, ഇത് നശിച്ചു പോകും. ഇങ്ങനെ ഒരു ആർച്ച് നിലനിൽക്കാനായിട്ട് പറ്റില്ല. ഈ കീ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു വീടിൻ്റെ കല്ല്, മൂലക്കല്ല് എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഏറ്റവും ഫലമേറിയ കല്ലാണ് എന്ത്? കീ സ്റ്റോൺ എന്ന് പറയുന്നത്. ഒരു വീടിനെ സംബന്ധിച്ച് അതിൻ്റെ കീ സ്റ്റോൺ വളരെ പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ ഇവിടെ എന്താണ് കവി പറയുന്നത്? ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആമൈ. ഞാനെന്ന് പറയുന്നത് എന്താണ്? അതായത് ആർച്ചിലെ പ്രധാനപ്പെട്ട ഒരു കല്ലാണ് ഞാൻ. എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് എന്ത്? നമ്മളുടെ അമ്മ, നമ്മുടെ വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്ന ഇവിടെ അമ്മേനാണ് കവി ഉദ്ദേശിക്കുന്നത്. ടേക്ക് മീ എവേ ആൻഡ് റൂഫ് ആൻഡ് വോൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടേർലി. എന്നിൽ നിന്ന്, അതായത് എന്നെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഒരു വീടാണ് ഞാൻ. അപ്പോൾ ഞാനാകുന്ന വീട്ടിലെ റൂഫോ വോളൊക്കെ എന്തു ചെയ്യും? അതൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ എന്താ? അത് മുഴുവനായിട്ടും ഇല്ലാതാവും, ഒരു വീട് തന്നെ ഇല്ലാതാവും. അതുപോലെയാണ് നമ്മുടെ കുടുംബത്തിൽ അമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ, അല്ലെ അമ്മയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അല്ലെ അമ്മയെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുന്നതും, നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതും, നമ്മൾക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചിട്ടുള്ളതാണ് നമ്മുടെ അമ്മ, അല്ലേ? ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ലോകത്ത്. അപ്പോൾ അത് ആ ഒരു സന്ദേശമാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിട്ട് കാതറിൻ ടൈനാൻ നമുക്ക് തരുന്നത്. ഓക്കെ. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത് which else were colder than a stone. I am the fire upon the hearth. Hearth എന്താ നോക്കാം. ഇതുണ്ടോ, ഫയർ അപ്പോൺ ദ ഹാർത്ത്. അത് നെരിപ്പോട് എന്നൊക്കെ പറയില്ലേ? അപ്പം നെരിപ്പോടിൽ ഇതെന്തിനാണ് ഉപയോഗിക്കുക? അതായത് നമ്മൾക്കിവിടെ ഇതിൻ്റെ ആവശ്യമില്ല. ദേശരാജ്യങ്ങളിലൊക്കെ തണുപ്പ് കൂടുന്ന സമയത്ത് അവരുടെ മുറിയോട് അറ്റാച്ച് ചെയ്ത് വീടിനുള്ളിൽ തന്നെ കാണുന്നതാണ്. ഇത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. നമ്മൾക്കിവിടെ ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തെ ഫയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് എന്ത്? ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. അതായത് നമ്മുടെ അടുപ്പിലെ തീ,
അല്ലേ? അടുപ്പിൽ തീക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ തീ ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഹാർത്ത് എന്ന് പറയുന്നത് നെരിപ്പോട്, ആ നെരിപ്പോടിനുള്ളിലെ തീ എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? തണുപ്പ് അകറ്റാനായിട്ടാണ്. അപ്പോൾ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫയർ. അതുകൊണ്ടാണ് അമ്മയെ ഫയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. ഞാൻ എന്താണ്? നല്ല സൂര്യൻ്റെ പ്രകാശമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സണ്ണിന് എപ്പോഴും എന്തുണ്ട്? ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അതായത് ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. എർത്ത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? സണ്ണിൻ്റെ ലൈറ്റ് വേണം. എന്തുകൊണ്ടാണ് എർത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് സണ്ണിൻ്റെ ലൈറ്റ് വേണമെന്ന് പറയുന്നത്? കാരണം എർത്തിലെ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ, അല്ലേ? സസ്യങ്ങളാണെങ്കിലും ജന്തുക്കളാണെങ്കിലൊക്കെ അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഈ ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഭൂമിയുടെ കാര്യങ്ങൾ മുഴുവൻ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകണമെങ്കിൽ എന്ത് വേണം? സണ്ണിൻ്റെ ലൈറ്റ് വേണം. അതുപോലെ തന്നെയാണ് എന്ത്? നമ്മളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മനോഹരമായി പോകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ അമ്മയുടെ സാന്നിധ്യം തന്നെ വേണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലൈറ്റ്, ഗുഡ് സണ്ണിൻ്റെ ലൈറ്റ് നമ്മുടെ എർത്തിലേക്ക് വരുന്നില്ല, എർത്തിനെ വാം ചെയ്യിപ്പിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? വിച്ച് എൽസ് വെയർ കോൾഡർ ദാൻ എ സ്റ്റോൺ, അല്ലേ? എന്താണ്? ഒരു സ്റ്റോണിനേക്കാളും തണുത്തുറഞ്ഞിരിക്കും എന്ത്? എർത്ത്. അതുപോലെ തന്നെയാണ് എന്ത്? നമ്മുടെ ഫാമിലിയിലെ അമ്മയുടെ സ്നേഹമോ അമ്മയുടെ സാന്നിധ്യമോ ഒന്നുമില്ലെങ്കിൽ നമ്മളും എന്തായിത്തീരും? ഒരു സ്റ്റോണ് പോലെ ആയിപ്പോവും, അല്ലേ? എന്നുവെച്ചാൽ നമ്മൾക്കും ഒരു കാര്യം നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അമ്മയില്ലെങ്കിൽ നമ്മൾ എന്താണ്? ചിറകില്ലാത്ത പക്ഷിയെ പോലെ ആയിപ്പോവും, അല്ലേ? To me the children warm their hands. I am their light of love alive. Without me, cold the hearthstone stands, nor could the precious children thrive. To me the children warm their hands. I am their light of love alive. അല്ലേ? നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് വേണം, നമ്മളുടെ കാര്യങ്ങൾ എന്തെങ്കിലും നേടി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറയുന്ന ആരോടാ? നമ്മളുടെ അമ്മയോടാണ്, അല്ലേ? അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അത് അച്ഛനിലേക്ക് പോവുള്ളൂ. അമ്മയാണ് ചിലപ്പോൾ അച്ഛനോട് പറയുക. അപ്പം നമ്മളൊരിക്കലും നമ്മളുടെ ഡയറക്റ്റ് വേ എന്ന് പറയുന്നത് നമ്മുടെ അമ്മ തന്നെയാണ്, അല്ലേ? അപ്പോൾ അമ്മയുടെ ആ സ്നേഹവലയം, അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സങ്കടമോ സന്തോഷമോ എന്തുണ്ടായാലും അമ്മ എന്ത് ചെയ്യും? തൻ്റെ കരങ്ങൾ കൊണ്ട് വാരി നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും. ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. നമ്മളുടെ അമ്മയ്ക്ക് എന്താ ഒരു ദിവസം സ്നേഹം കുറവും ഒരു ദിവസം സ്നേഹം കൂടുതലും ഉണ്ടോ? ഇല്ല. നമ്മളുടെ അമ്മ നമ്മളെപ്പോഴും ഒരേപോലെയാണ് സ്നേഹിക്കുക. വിതൗട്ട് മീ കോൾ ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ് നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്, അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ജീവിതയാത്രയിൽ ഒരു കുട്ടിയായിരുന്നപ്പോൾ മുതൽ നമ്മൾ മുതിർന്ന ഒരാളാകുന്നിടം വരെ എന്ത് ചെയ്യുക? അമ്മയ്ക്ക് കൊച്ച് എപ്പോഴും കുഞ്ഞത് തന്നെയാണ്. വലിയ ആളായി പോയാലും അമ്മയ്ക്ക് എങ്ങനെയാണ് തൻ്റെ കുഞ്ഞായിട്ട് ചെറുതായിട്ട് തന്നെ ഇരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ എപ്പോഴൊക്കെയാണോ നമുക്ക് നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് കണ്ടറിഞ്ഞ്, ഇപ്പോൾ സ്നേഹമാണെങ്കിലും നമ്മൾക്കൊരു സപ്പോർട്ടാണെങ്കിലും, ഇപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യം കൊണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു നമ്മളെ ആ ഒരു ദുഃഖത്തിൽ നിന്ന് മാറ്റിയെടുക്കാനും എല്ലാം നമ്മളുടെ ഒന്ന് ചേർത്ത് നിർത്താനും ഒക്കെ ആർക്കാണ് പറ്റുക? നമ്മുടെ അമ്മയ്ക്കാണ് പറ്റുക, അല്ലേ? അതാണ് ഇതിനകത്ത് പറയുന്നത്. I am the twist that holds together the children in its sacred ring. Their note of love from whose closer tether no lost child goes a wandering. I am the twist. Twist എന്താ? കെട്ട്, അല്ലേ? ഇവിടെ എന്താണ് പറയുന്നത്? അതായത് ഇവിടെ ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ, ഒരു കുടുംബത്തെ തന്നെ ഒന്നിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്താണ്? അമ്മയുടെ സ്നേഹമാണ്. മാത്രവുമല്ല ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സേക്രഡ് റിങ്. എന്താണ് ഇവിടെ സേക്രഡ് റിങ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്നാൽ പവിത്രമായ മോതിരം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു സ്ത്രീ തൻ്റെ കുടുംബവുമായി പങ്കിടുന്ന ബന്ധത്തെയാണ് ഇവിടെ പറയുന്നത്. എല്ലാവരെയും ഒരുമിച്ച് നിർത്തുകയും ആരും വഴിതെറ്റിപ്പോകാതെ തടയുകയും ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്? അമ്മ ചെയ്യുന്നത്. നമ്മളുടെ അമ്മ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യും. നമ്മളുടെ എല്ലാ കാര്യങ്ങളും അമ്മ കേൾക്കും. ഇന്നത്തെ കാലത്ത് കേൾക്കാൻ വേണ്ടിയിട്ട്
നമ്മൾക്ക് ആരുമില്ല അല്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല, എല്ലാവരും പറയാനായിട്ട് ആളുകളുള്ളൂ. നമ്മൾക്ക് എന്തെങ്കിലും സങ്കടം വന്നാലൊക്കെ നമ്മൾക്ക് ഇന്നത്തെ ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ കേൾക്കാൻ ലിസണേഴ്സായിട്ട് ആരുമില്ല, എല്ലാവരും പറയാൻ മാത്രമേ ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്താ കവി പറയുന്നത്? The children in its sacred ring, the note of love from whose closet other no lost child goes a wandering. അതായത് നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വേണ്ടി നമ്മുടെ അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നേരായ വഴിയിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി നടത്താൻ വേണ്ടിയിട്ടൊക്കെ അമ്മയ്ക്കേ പറ്റുള്ളൂ. അതായത് ഒരു സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലോ അമ്മയുടെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ്. അതായത് ഒരു സേക്രഡ് ആയിട്ടുള്ള, ഒരു പവിത്രമായിട്ടുള്ള ഒരു റിങ് പോലെയാണ്. കുടുംബത്തെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ സ്ഥാനം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഐ ആം ദ ഹൗസ് ഫ്രോം ഫ്ലോർ ടു റൂഫ്, ഐ ഡെക്ക് ദ വോൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്, ഐ സ്പിൻ ദ കർട്ടൻസ്, റാപ്പ് ആൻഡ് വൂഫ് ആൻഡ് ഷേക്ക് ഡൗൺ ടു ബി ദർ ബേർഡ്. അമ്മ എന്താ പറയുന്നത്? ഐ ആം ദ ഹൗസ് ഫ്രോം ഫ്ലോർ ടു റൂഫ്. ഇവിടെ എന്താ ഇതിന് ഫ്ലോർ ടു റൂഫ് എന്ന് പറയുന്നത്? നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യവും, അമ്മയുടെ കരങ്ങൾ എത്തിപ്പെടാത്ത ഒരു സ്ഥലവും ഇല്ല നമ്മുടെ വീട്ടിൽ അല്ലേ. എല്ലാ കാര്യവും, എവരി കാര്യങ്ങൾ അമ്മ ശ്രദ്ധിക്കും, അമ്മ എല്ലാ കാര്യങ്ങളും നോക്കും. അമ്മയുടെ ഡെയിലി റുട്ടീനാണ് ഇവിടെ പറയുന്നത്. ഫ്ലോർ ടു റൂഫ്, ഐ ഡെക്ക് എന്താ, ഡെക്കറേറ്റ് ദ വോൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്, അതായത് മേശവിരിയൊക്കെ ഇടുന്നു, കർട്ടനൊക്കെ നന്നായിട്ട് അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് ഇടുന്നു. റാപ്പ് ആൻഡ് വൂഫ് എന്താണ്, നെടുകയും കുറുകയും എന്നുള്ളത്, അതായത് കർട്ടൻ്റെ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദർ ബെഡ്, എന്ത് ചെയ്യുക, ഇപ്പം നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങി, രാവിലെ ആ ബെഡെല്ലാം നല്ല വൃത്തിയായിട്ട് മടക്കി ഒരു ചുളിവൊന്നും കൂടാതെ ശരിക്കും വിരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടാണോ നമ്മളൊക്കെ പോകുന്നത്? അല്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. പക്ഷെ നമ്മുടെ അമ്മ എന്ത് ചെയ്യുന്നു? ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. I am the wall against all danger, the door against the wind and snow, though whom a woman laid in a manger, take me no till the children grow. ഇതെന്താ വെച്ചാൽ ഈ ലാസ്റ്റ് സ്റ്റാൻസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അമ്മയുടെ പ്രെയറാണ്. അമ്മയുടെ പ്രെയർ, ദൈവത്തോട് അമ്മയുടെ പ്രെയറാണ്. ഐ ആം ദർ വോൾ എഗനിസ്റ്റ് ഓൾ ഡേഞ്ചർ അല്ലേ. എന്നുവെച്ചാൽ ദർ എന്ന് ഉദ്ദേശിക്കുന്നത് ചിൽഡ്രനാണ്. അപ്പോൾ ഐ ആം ദർ വോൾ എഗനിസ്റ്റ് ഓൾ ഡേഞ്ചർ, നമുക്കുണ്ടാകുന്ന എല്ലാ ഡേഞ്ചേഴ്സിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെ ആര് കാത്തുകൊള്ളുന്നുണ്ട്? നമ്മളുടെ അമ്മ അല്ലേ. ദ ഡോർ എഗനിസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. ഇവിടെ വിൻഡ് ആൻഡ് സ്നോ എന്താണ് എന്നുവെച്ചാൽ നമ്മൾക്ക് വരുന്ന എന്തെങ്കിലും എന്താ പറയുക പ്രോബ്ലംസ്. വിൻഡ് ആൻഡ് സ്നോ, ദ ഹൂം എ വുമൺ ലേഡ് ഇൻ എ മാങ്കർ, ടേക്ക് മീ നോ ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഈ ഒരു ലൈൻ ശ്രദ്ധിച്ചോളുക. ഇത് ജീസസും എ വുമൺ എന്നുദ്ദേശിക്കുന്നത് സെൻറ്റ് മേരിയുമാണ്, മാതാവുമാണ് സെൻറ്റ് മേരി. അപ്പോൾ എന്താണ്, ആ ഒരു ജീസസിനെ അതായത് പുൽത്തൊട്ടിയിൽ കിടത്തി അതായത് പുൽത്തൊട്ടിയിൽ ജന്മം കൊടുത്ത അമ്മ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വുമൺ എന്ന് പറയുന്ന ആരാണ്? സെൻറ്റ് മേരിയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ടേക്ക് മീ നോ ടിൽ ദ ചിൽഡ്രൻ ഗ്രോ, അതായത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, അതായത് എൻ്റെ മക്കൾ വലുതാകുന്നിടം വരെ എന്നെ അവരിൽ നിന്നും അകറ്റരുതേ, എന്നെ അവരിൽ നിന്നും എന്താണ് മാറ്റിക്കൊണ്ടു പോകരുത്, എനിക്ക് എൻ്റെ കുട്ടികളെ വളർത്തണം. അപ്പോൾ അതിനുവേണ്ടി എന്നെ എന്ത് ചെയ്യുക, അവരുടെ കൂടെ നിർത്തി അവർ വലുതാകുന്നിടം വരെ എന്നെ സംരക്ഷിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ഈ അവസാന സ്റ്റാൻസയിൽ കാണുന്നത്. എല്ലാവർക്കും ഈ ഒരു പോയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ പ്രധാന പോയിൻറ്റ്സുകൾ എന്താണെന്ന് നോക്കാം. പില്ലർ ഓഫ് ദ ഹൗസ് കണ്ടില്ലേ, കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്, ഫയർ അപ്പോൺ ദ ഹാർത്ത്, ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. ഇവിടെ ലൈറ്റ് എർത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ട്രീസിനൊക്കെ വളരെ ഒരു മനോഹാരിത കാണുന്നുണ്ട് അല്ലേ. ഇവരുടെയൊക്കെ നിലനിൽപ്പിന് എന്ത് വേണം? സണ്ണിൻ്റെ ലൈറ്റ് ആവശ്യമാണ്.
ഹീറ്റ് ദാറ്റ് വാം ദ എർത്ത് അല്ലേ? എന്താണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പ്രകൃതിയുടെ ഇമ്പോർട്ടൻസൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, എനി വുമൺ ഈസ് എ പോയം റിട്ടൺ ബൈ കാതറിൻ ടൈനാൻ, ആൻ ഐറിഷ് പോയറ്റ്. ഇതേത് അവരുടെ ജന്മദേശമൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ദ പോയം ഈസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി. എന്താണ് ദ പോയം ഈസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി. ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഫാമിലിയിൽ ഒരു അമ്മ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് എന്ന് പറയാണ്. ദ പോയറ്റ് സ്പീക്സ് ഫോർ എവരി വുമൺ ഇൻ എ ഫാമിലി അല്ലേ? നമ്മുടെ കാതറിൻ ടൈനാൻ അതായത് നമ്മുടെ വീട്ടിലെ അമ്മ മാത്രമല്ല, എല്ലാ സ്ത്രീകളെയും ഒരമ്മ എന്ന കഥാപാത്രത്തെ കാണിച്ചുകൊണ്ട് എല്ലാ സ്ത്രീകളെയുമാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മളോട് പറയുന്നത്. ഷീ സേസ് ദാറ്റ് മദർ ഈസ് ദ പില്ലർ ഓഫ് ദ ഹൗസ്, keystone of the arch. In her absence the all family will be ruined. In her absence, in her എന്താ മദറിൻ്റെ അല്ലേ? മദർ ഇല്ലാത്തൊരു വീടെന്ന് പറയുന്നത് അത് ruined ആണ്. ruined എന്ന് പറഞ്ഞാൽ എന്താ? നശിച്ചു പോയതാണ്, അല്ലെങ്കിൽ ഡിമോളിഷ്ഡ് ആയതാണ്, ഇല്ലാതാകുന്നതാണ്. നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. Thus woman gives strength to the family to stay together. The woman is the most important person in the family. She cannot be replaced. ഒരിക്കലും അമ്മയുടെ സ്ഥാനത്ത് അമ്മയെ വെക്കാൻ പറ്റുള്ളൂ. വേറെ ആരെങ്കിലും അമ്മയായിട്ട് വന്നാൽ തന്നെയും, അല്ലെങ്കിൽ എന്താ പറയുക, അമ്മയുടെ റോൾ സ്വീകരിച്ചൊക്കെ വന്നാൽ തന്നെയും ഒരിക്കലും അമ്മയുടെ സ്ഥാനത്ത് അമ്മയെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, വേറെ ആരെയും വെക്കാൻ പറ്റില്ല എന്ന് ആരാണ് പറയുന്നത്? കാതറിൻ ടൈനാൻ പറയുന്നു. വുമൺ പ്രൊവൈഡ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ടു ദ ഫാമിലി. വിതൗട്ട് വുമൺ family becomes cold like a stone. Woman provides the children the light of love. Woman provides warmth and comfort to the children. Woman holds children together in the love ring of the home. The children are protected within this sacred ring, so children will never wander away. Woman makes up the entire house from floor to roof. She decorates the walls, spins the curtains, and make beds for children. She protects the family from dangers and disasters. Poem ends with a prayer to infant Jesus. ഇത് ലാസ്റ്റ് സ്റ്റാൻസ നിങ്ങൾ നോക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് എന്താ? പ്രയർ ടു ഇൻഫൻറ്റ് ജീസസ്. മദർ പ്രേസ് ടു ഗോഡ് ടു ഗീവ് ഹെർ ലൈഫ് ഓൺ എർത്ത് ആസ് ലോങ് ആസ് ഹെർ ചിൽഡ്രൻ നീഡ്സ് ഹെർ സപ്പോർട്ട്. കുറേ കാലം അമ്മയ്ക്ക് ജീവിക്കാനുള്ള ആയുസ് കൊടുക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് നമ്മുടെ ഈ പോയം അവസാനിക്കുന്നത്. വളരെ മനോഹരമായ പോയമാണ്. ഇതിനകത്ത് സ്ത്രീയെ ഉദ്ദേശിക്കുന്നത് അമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ എല്ലാ സ്ത്രീകളെയുമാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു സ്ത്രീ സമൂഹത്തിനും ഫാമിലിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായൊരു പോയം. ഇതിനൊരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതണം. ഈ ഇത്രയും പോയിൻറ്റ്സ് കൃത്യമായിട്ട് പറഞ്ഞ് പഠിക്കണം, എഴുതി പഠിക്കണം. നിങ്ങളൊരു നോട്ട്സായിട്ട് ഇത് എഴുതുക. എന്നിട്ട് ഇതിനകത്ത് ഒന്ന് വായിച്ച് നോക്കുക, പിന്നെ ഒന്ന് എഴുതി നോക്കുക. എഴുതി നോക്കുമ്പോൾ നമ്മൾക്ക് രണ്ടാമതും എത്രമാത്രം എഴുതി നോക്കുമ്പോൾ അറിയാം നമ്മൾക്ക് എത്രമാത്രം ഇത് എഴുതാൻ പറ്റുന്നുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് എഴുതി പഠിച്ചതിന് ശേഷം നമ്മളതിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതണം. ഈ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷനൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ഇത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.